മഴ വിശദാംശങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. ജോസിലും അതുപോലെ ജോഷിലയുമാണ് സംസാരിച്ചിട്ടുള്ളത്. കോഴിക്കോട്ട് ഇപ്പോൾ അങ്ങനെ കാര്യമായ മഴയില്ല, പക്ഷേ എല്ലായിടത്തും ഒരു മഴ അന്തരീക്ഷം അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഗായത്രിയുണ്ട്, അതുപോലെ നൃപ്പനുണ്ട്. എന്താണ് കൊച്ചിയുടെ സ്ഥിതി, ഗായത്രി? ഗായത്രിയിലേക്ക് വരാം. ഗായത്രിയുടെ കോൾ കട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. നൃപ്പൻ, പൊതുവായി എന്താണ് കേരളം ഇപ്പോൾ റെഡ് അലർട്ട് ഇല്ല, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അത് കൂടുതൽ ശക്തി പ്രാപിക്കും, നാളെ തീരം തൊടും. അങ്ങനെ വന്നാൽ അത് ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ്, എങ്ങനെയൊക്കെ കരുതിയിരിക്കണം എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇന്ന് കൂടുതലായി വരുമെന്ന് പ്രതീക്ഷിക്കാം, അത്തരം വിവരങ്ങളല്ലേ. അതുപോലെ തന്നെ തെക്കൻ കേരളത്തെ സംബന്ധിച്ച്, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് എങ്ങനെയുണ്ട്? ശരത്ത്, ഇന്ന് വലിയ തരത്തിലുള്ള ശക്തമായ മഴയില്ല. ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു. ശരത്തിന് തന്നെ അറിയാം, ഇന്നലെയൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ശക്തമായ മഴ പെയ്യുകയായിരുന്നു. തലസ്ഥാന ജില്ലയിലും മഴയ്ക്ക് ഏറെക്കുറെ കുറവുണ്ട് എന്ന് പറയാം. പക്ഷേ ഈ അലർട്ടിൽ, ഇന്നലെ രാത്രി വന്ന അലർട്ടിൽ ഈ ശക്തമായ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും കേരള തീരത്തോട് അടുത്ത് ഉണ്ടായ ശക്തമായ ന്യൂനമർദ്ദം ചുഴലിക്കൊടുങ്കാറ്റായി മാറുകയാണ് എങ്കിൽ ആ മഴ വീണ്ടും ശക്തമാകുന്നുണ്ട് പറയുന്നുണ്ട്. 5 ദിവസം കേരളത്തിൽ തുടർച്ചയായി മഴയുണ്ടാകും. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഴ തുടരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യം ഏകദേശം ശരത്തിനറിയാം, ജനുവരി മാസത്തിൽ ഏകദേശം 2ാമത്തെ ആഴ്ചയോടുകൂടി ചൂട് ആരംഭിച്ചു. അത് പിന്നെ കടുത്ത ഏപ്രിൽ, മാർച്ച്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലൊക്കെ അറിയാം, തിരഞ്ഞെടുപ്പ് സമയത്ത് അതിശക്തമായ ചൂടായിരുന്നു. ആ ചൂടിൻ്റെ ഘട്ടത്തിൽ ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസത്തിലെ ചൂട് 18-ാം തീയതിയുടെ അതിശക്തമായ ചൂടിൽ നിന്ന് പെട്ടെന്ന് വേനൽ മഴയിലേക്ക് പോയി. വേനൽ മഴയിൽ നിന്ന് അടുത്ത് നമ്മളിതാ കാലവർഷത്തിലേക്ക് പോവുകയാണ്. അതായത് ഒരേ മാസം തന്നെ പ്രാതലും ഉച്ചഭക്ഷണവും അത്താഴവും ലഭിക്കുന്ന അവസ്ഥ. അതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ നേരിട്ട് പറഞ്ഞതാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ 3 കാലാവസ്ഥയും ഈ മെയ് മാസത്തിൽ തന്നെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലവർഷ മഴ അതിശക്തമായി ഇപ്പോൾ തന്നെ പ്രവചനത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ പിന്നെ നമുക്ക് മഴ ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് ഈ മഴ തുടരുകയും കാലവർഷത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അതിശക്തമായ മഴ ലഭിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ, ഒപ്പം തന്നെ തീരപ്രദേശത്തുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, വെള്ളപ്പൊക്കം, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള ആശങ്കയാണ്. ഇനി 5 ദിവസം തുടർച്ചയായി ഇതേ മഴ തുടരും. ഇപ്പോൾ കാര്യമായ പ്രശ്നം, ഇപ്പോൾ ജോഷിലിയൊക്കെ പറഞ്ഞതുപോലെ തലസ്ഥാന ജില്ലയുടെ അവസ്ഥ ഇത് തന്നെയാണ്. കാരണം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴ ഇന്നില്ല. എന്നാലും മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ചെറിയ തരത്തിലുള്ള മഴ ഉണ്ട്. 5 ദിവസം ഈ മഴ തുടരുകയും ചെയ്യും. ഒപ്പം തന്നെ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഇന്നലെ രാത്രിയുള്ള അലർട്ടിൽ പറയുന്ന 7 ജില്ലകളിലെ യെല്ലോ അലർട്ടാണ്. പുതിയ അലർട്ട് വരാനുമുണ്ട്. ശരത്ത്, ഇപ്പോൾ ഗായത്രി, കൊച്ചിയിലെങ്ങനെ? കൊച്ചിയിലും എന്തായാലും തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് ശരത്. ഇന്നലെയും ഇതുപോലെ തന്നെയായിരുന്നു. പകൽ മുഴുവൻ മഴ മാറി നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി ശക്തമായ ഒരു മഴ 2 മണിക്കൂർ നേരം പെയ്തു. ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുകളും ഇടപ്പള്ളിയിലുമൊക്കെ രൂപപ്പെടുകയും ഉണ്ടായി. എന്നാൽ ഈ മഴയ്ക്ക് ശേഷം ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഉടൻ തന്നെ അപ്രത്യക്ഷമാകുന്നു എന്നുള്ളത് തന്നെയാണ് കൊച്ചിയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ കാര്യം. ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പോലുള്ള പദ്ധതികളൊക്കെ കൊച്ചിയെ സഹായിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി തന്നെ ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന ഒരു സംഭവം അതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാറുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായി മാറുന്ന ഒരു സാഹചര്യം. എന്തായാലും ഇന്നും രാവിലെ എന്തായാലും തെളിഞ്ഞ കാലാവസ്ഥയാണ്. എങ്ങും മഴ പെയ്യുന്നതായി അറിവ് ലഭിച്ചിട്ടില്ല. 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ഇതുവരെ തുറന്നിട്ടുള്ളത്. കാക്കനാടാണ് പ്രധാനപ്പെട്ട ഒരു ക്യാമ്പ് തുറന്നിരിക്കുന്നത്. കീരേലിമലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതിനാൽ ആ കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി തുറന്നിരിക്കുന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ്. ജില്ലയിൽ എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ എന്തായാലും അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ചെറിയ പ്രദേശങ്ങളിൽ കടൽ കയറുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ കടൽക്ഷോഭത്തിൻ്റെ ഒരു സാഹചര്യമുണ്ട്. എന്നാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രശ്നങ്ങളൊന്നും എന്തായാലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴ മാറി നിൽക്കുന്നു, വലിയ ബുദ്ധിമുട്ടുകൾ എന്തായാലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു സമാധാനപരമായ അന്തരീക്ഷമാണ് എന്തായാലും കൊച്ചിയിലും ഇന്നത്തെ ദിവസം തുടർന്നു പോരുന്നത്. ഇതുവരെയും ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് സമാധാനപരമാണ് കാര്യങ്ങളെന്ന് ഗായത്രി പറയുന്നു, മഴയില്ലാത്തതുകൊണ്ട് ശാന്തമാണെന്ന് ജോഷില പറയുന്നു. ഇതിൽ കൊട നിവർത്തി നിൽക്കുന്നത് ജോസിൽ മാത്രമാണ്. മഴയുണ്ടോ അതോ മഴ വരുമെന്ന് പ്രതീക്ഷിച്ചാണോ ജോസിൽ കൊട പിടിച്ചിരിക്കുന്നത്?
ശരത്ത്, ഇവിടെ ഞാൻ ലൈവ് നിൽക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയ തോതിലുള്ള ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ അത് തെളിഞ്ഞിരിക്കുകയാണ്. ലൈവിൽ നിന്ന് മാറാത്തതുകൊണ്ടാണ് കുട മാറ്റാത്തത്. അതാണ് കുറേ നേരം ഈ നിൽപ്പ് നിൽക്കേണ്ടി വന്നു എന്ന് പറയാനല്ലേ ഇത് പറഞ്ഞത്? അതെ, രാവിലെ ഗായത്രിയോടും നൃപനോടും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് പ്രേക്ഷകർ പറഞ്ഞ കാര്യമൊക്കെ വന്നുകൊണ്ടാണ് ജോസിൽ കുറച്ച് നിൽക്കേണ്ടി വന്നത്. അപ്പോൾ ഏതായാലും കുട മടക്കിക്കോ, മഴ മാറി. അപ്പോൾ ഏതായാലും ആ ഡാമുകൾ തൽക്കാലം തുറക്കുന്നില്ല, ഷട്ടറുകൾ ഉയർത്തുന്നില്ല എന്ന വിവരമുണ്ട്. ജോസിൽ ഇടുക്കിയിൽ നിന്ന് കോഴിക്കോട് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ ജോഷിൽ നേരത്തെ പറഞ്ഞ പോലെ ശാന്തമായി കുറച്ചുകൂടെ പോകുമായിരിക്കും അല്ലേ? മഴ ഉടനെ പെയ്യുമോ? അന്തരീക്ഷം എങ്ങനെയുണ്ട്? തീർച്ചയായും പൊൻകിരണ ഇപ്പോഴത്തെ രജീഷ് ബാലുശ്ശേരിയിൽ നിന്ന് എഴുതുന്ന ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, ഇപ്പോൾ പൊൻകിരണമാണെന്നാണ്. കോഴിക്കോട്ട് പൊൻകിരണമുണ്ടോ? അതെ, തീർച്ചയായും കോഴിക്കോട് പൊൻകിരണം വന്നു തുടങ്ങിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സുപ്രഭാതം എന്ന് വേണം പറയാൻ. ആ രീതിയിലാണ് ഇപ്പോഴുള്ളത്. ഇനി മാറുമോ എന്നറിയില്ല. ഒരു മേഘാവൃതമായ അവസ്ഥ കൂടി ഉണ്ട് അതിനിടയിൽ. അതുകൊണ്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല, മഴയുടെ അവസ്ഥയായതുകൊണ്ട്. അപ്പോൾ ഏതായാലും നേരത്തെ നൃപൻ പറഞ്ഞ പോലെ പൊതുവിലൊരു മഴക്കാലമാണ്, മഴ അന്തരീക്ഷമാണ്. ഇപ്പം മഴ പെയ്യുന്നില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാനാകൂ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഇവരെല്ലാം സൂചിപ്പിച്ചത്. പക്ഷേ ഒരു നല്ല മഴ ലഭിക്കാവുന്ന ഒരു പൊതു അന്തരീക്ഷം നിൽക്കുന്നു എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം, അത് ചുഴലിക്കാറ്റിൻ്റെ വരവ്, ഇതെല്ലാം ഉണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ തീരത്തെ എങ്ങനെ ബാധിക്കും, എത്രമാത്രം കരുതിയിരിക്കണമെന്നൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. നാളെ അത് തീരം തൊടും എന്നാണ്. ബംഗാൾ ഉൾക്കടലിലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു മാറ്റം. ആശ്വാസകരമായൊരു കാര്യം നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ആ ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപഥമൊക്കെ നമ്മൾ വാർത്തകളിൽ എപ്പോഴും അറിയാറുള്ളതാണ്. അത് അടുക്കുംതോറും അത് ഏത് ഭാഗത്തു കൂടി കടന്നു പോകുന്നു എന്നൊക്കെ വരാറുണ്ട്. അത്തരം വിവരങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തോ ആവട്ടെ, ഏതായാലും ഇന്നിപ്പോൾ ഈ സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മഴ പൊതുവെ ഒന്ന് കുറഞ്ഞു നിൽക്കുന്നു പൊതുവിലെന്നാണ് എല്ലാവരും സൂചിപ്പിച്ചത്. അപ്പോൾ നന്ദി നൃപൻ, ഗായത്രി, ജോഷില, ജോസിൽ, താങ്ക് യു.